വിവാഹ സമ്മാനം ബാക്കിയായി, പക്ഷെ വരൻ മാത്രമില്ല. എന്റെ ഡ്രിങ്കിൽ മരുന്ന് കലർത്തിയത് അഞ്ജലിയായിരുന്നു. അവൾ എന്നെ വഞ്ചിച്ചു. അഞ്ജലി, നീ എന്തിനാ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? കാരണം എനിക്ക് ആദിയുടെ അനിയത്തിയല്ല, ഭാര്യയാകാനായിരുന്നു ആഗ്രഹം. നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിന്നെ എന്റെ മകളെന്ന് വിളിക്കാൻ തന്നെ എനിക്ക് ലജ്ജയാ. അച്ഛാ, ഇതെല്ലാം അഞ്ജലി ചെയ്തതാ. അവളാ എന്നെ കുടുക്കിയത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടരുത് നീ. ഇന്ന് മുതൽ നിനക്ക് ഈ വീടുമായി യാതൊരു ബന്ധവുമില്ല. അഞ്ജലി തന്റെ പ്ലാനിൽ വിജയിച്ചു. അച്ഛൻ എന്റെ വാക്ക് കേട്ടില്ല. എന്റെ സ്റ്റെപ്പ് മദർ എന്നെ അടിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ആ നഗരത്തിൽ ഒന്നും ബാക്കിയില്ലാതായപ്പോ ഞാൻ ബംഗളൂരുവിലെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി.